A new survey finds that 1 out of 3 people is unable to pay off their credit card bills each month, and almost half say they're living paycheck to paycheck. നാട്ടിലെ കടം വീട്ടാൻ പാശ്ചാത്യ നാടുകളിലേക്ക് സമ്പന്ന രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ മലയാളികൾ ഇപ്പോൾ കടത്തിന്മേൽ കടമായി ഒരു തരത്തിലും ഇനിയും ഒരിക്കലും ഊരിപ്പോരുവാൻ കഴിയാത്ത രീതിയിൽ മുങ്ങിത്താഴുന്ന ഒരു ജീവിതമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല പങ്കും മലയാളികളുടെ ജീവിതം ഇപ്പോൾ പാശ്ചാത്യ നാടുകളിൽ. പുതിയ കണക്ക് പ്രകാരം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിൽ അവിടെ താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ മുഴുക്കടത്തിൽ മുങ്ങിത്താഴുന്നു എന്നതാണ് പുതിയ വാർത്ത ഇപ്പോൾ വെളിവരുന്നത്. പുതിയ കണക്ക് പ്രകാരം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ഏതാണ്ട് അവരുടെ GDP-യുടെ 125% അവിടെ താമസിക്കുന്ന ആളുകളുടെ കടം എന്ന് പറയുന്നത്. തൊട്ടുതാഴെ ഓസ്ട്രേലിയയാണ് 112%. മൂന്നാം സ്ഥാനത്താണ് കാനഡ 100%. ഇനിയും 100%-ത്തിൽ താഴെയുള്ള രാജ്യങ്ങൾ വേറെ ധാരാളം യൂറോപ്പ് രാജ്യങ്ങൾ വരികയാണ്. അതിൽ അമേരിക്ക ഉൾപ്പെടെ യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലൻഡ്, ഇങ്ങനെ നമ്മുടെ മലയാളികൾ പ്രവാസികളായി പോയി പാർക്കുന്ന ഏതാണ്ട് ഒട്ടുമിക്കാലും യൂറോപ്പ് രാജ്യങ്ങളും നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളും എല്ലാം ആ പട്ടികയിലായി കഴിഞ്ഞു. അതിൽ കാനഡയുടെ അവസ്ഥ ഒരു ഭയാനകം തന്നെയാണ്. ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് പ്രകാരം കാനഡയിൽ താമസിക്കുന്ന ഏതാണ്ട് പകുതിയിൽ അധികം ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ദുസ്സഹനം തന്നെയാണ്. പേചെക്ക് ടു പേചെക്ക് എന്നാണ് അവരതിന് പേര് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഒരു വീട് വാങ്ങാനായിട്ട് മോർഗേജ് എടുക്കുന്നവരുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. ഒരിക്കലും ഒരു മോർഗേജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം ഏതാണ്ട് തകർന്ന ഒരവസ്ഥയിലാണ്. ഇനിയും അതിൽ നിന്ന് കരകയറാൻ ഇനി എത്ര ജോലി ചെയ്താലും അവന്റെ ജീവിതം കൊണ്ട് ഒരിക്കലും എങ്ങും എത്തിപ്പെടാൻ കഴിയത്തില്ലെന്നുള്ള ഒരു വലിയ സത്യം. അതവിടെ നിൽക്കട്ടെ, ഇനിയും ഒരു മോർഗേജ് പോലും നമ്മൾ എടുത്തില്ലെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലിവിങ് എക്സ്പെൻസിന് പോലും നമുക്ക് തികയാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാനഡയുടെ ജീവിതം പോലും വന്നിരിക്കുന്നത്. ഇത് ഇവിടുത്തെ റിപ്പോർട്ട് പറയുന്ന കണക്കാണ്. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ആശ്രയിക്കുന്നത് വിവിധ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകളാണ്. ബാങ്കുകൾ വാരിക്കോരി ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുകയാണ്. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പം ഏതാണ്ട് 25%, 20%, 20%-ത്തിൽ താഴെ 15%, ചിലതൊക്കെ 30% വരെ ഈടാക്കിക്കൊണ്ടാണ് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് ആ പൈസ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സാധനം വാങ്ങും. എന്നാൽ ഒരു മാസം തീരുന്നതിന് മുമ്പേ ആ പൈസ നമ്മൾ അടയ്ക്കണം. എന്നാൽ ഇന്നിപ്പം അതൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മലയാളികൾ ഉൾപ്പെടുന്ന ആളുകളുടെ ജീവിതം ആയിരിക്കുകയാണ്. അവർക്ക് കിട്ടുന്ന ഈ ഒരു ശമ്പളം കൊണ്ട് അവർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ അടച്ചു തീർക്കാനാണ്? പിന്നെ ഈ ബാങ്കുകൾ വെച്ചിരിക്കുന്ന ഒരു മിനിമം പേയ്മെന്റ് ഉണ്ട്. ആ മിനിമം പേയ്മെന്റ് നമ്മൾ അടയ്ക്കണം. അടച്ചില്ലെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു $500 നമ്മൾ ഒരാഴ്ച നമ്മൾ ഗ്രോസറി വാങ്ങിച്ചാൽ മറ്റു പല ചെലവുകൾ കാരണം നമുക്ക് ഈ 500 തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മളൊരു മിനിമം എമൗണ്ടായി അവർ വെക്കും, ചിലപ്പോൾ $50 ആയിരിക്കും. ഇങ്ങനെ ഈ $50 അടച്ചൊക്കെ അടുത്ത മാസം എന്തെങ്കിലും കൂട്ടി അടയ്ക്കാം എന്ന് കരുതി അത് ജീവിതകാലം മൊത്തം അവിടെ കിടന്ന് കുന്നുകൂടി പലിശമേൽ പലിശയായി. ഇനിയും ആ കടം വീട്ടാനായിട്ട് വീണ്ടും അടുത്ത ബാങ്കിനെ സമീപിച്ച് അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങി ഇങ്ങനെ ഉള്ള ക്രെഡിറ്റ് കാർഡുകളെല്ലാം വാങ്ങിച്ചു കൂട്ടി മുങ്ങിത്താഴുന്ന മലയാളികളുടെ ജീവിതശൈലി വർദ്ധിക്കുകയാണ്. എന്തിനു പറയണം, പാശ്ചാത്യ നാടുകളിൽ വന്നവർ സ്വന്തം നാട്ടിലേക്ക് അവരുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണാൻ വരണമെങ്കിൽ പോലും അതിനും മറ്റൊരു ലോൺ എടുക്കാതെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊന്ന് നാട്ടിൽ വരിക? നാട്ടിൽ പോയി 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കടമാണ്. ഈ കടങ്ങളെല്ലാം വീടുവാൻ വീണ്ടും അടുത്ത ലോൺ എടുക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ. ഇങ്ങനെയാണ് ശരാശരി മലയാളികൾ ഇന്ന് ഇങ്ങനെയുള്ള പാശ്ചാത്യ നാടുകളിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. കാനഡയുടെ ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിലെ ഗവൺമെന്റിന്റെ പുതിയ ഡേറ്റ പ്രകാരം 88,000 ആളുകളുടെ ജോലിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പേചെക്ക് ടു പേചെക്ക്, ഈ വരുന്ന തുച്ഛമായ ശമ്പളം. ഇനി ഈ ജോലിയും കൂടെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാനും കൂടെ കഴിയുമോ? പുതിയ സംരംഭങ്ങളൊന്നും ഇല്ല, പുതിയ ബിസിനസ്സുകളൊന്നും ഇല്ല. മറിച്ച് നിലവിലുണ്ടായിരുന്ന ബിസിനസ്സുകളെല്ലാം പൂട്ടിക്കെട്ടുകയാണ്, ജോലിക്കാരെ എല്ലാം പറഞ്ഞു വിടുകയാണ്. അതാണ് കാനഡയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഏതാണ്ട് ലോകത്തിലെ വിവിധ സമ്പന്ന രാജ്യങ്ങളുടെയും ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഇതായി കഴിഞ്ഞു എന്നതാണ് സത്യം. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള പ്രവാസികളെ അവർ ശരിക്കും പറഞ്ഞ ചൂഷണം ചെയ്യുകയാണ്.
കാര്യം ഇവിടുത്തെ ഒടുക്കത്തെ ടാക്സ് കാരണം നമ്മൾ അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന നല്ല പങ്കും പൈസയും അവർ നമ്മളെ കൊണ്ട് ഇവിടെ തന്നെ ചെലവാക്കിക്കുകയാണ്. ഒരു പൈസ പോലും നമുക്ക് മിച്ചം വെക്കാൻ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ്. നമ്മുടെ കാഴ്ചയിൽ സമ്പന്ന രാജ്യം എന്ന് പറയുന്ന പല സമ്പന്ന രാജ്യങ്ങളുടെയും ഇന്നത്തെ അവസ്ഥയാണ്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിച്ചിരുന്ന ആളുകളുടെ ഇന്നത്തെ അവസ്ഥ നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ലോകത്തിന്റെ എവിടെ പോയാലോ ഒന്ന് രക്ഷപ്പെടുക, നാട്ടിൽ ചെന്നാൽ അവിടെയും രക്ഷയില്ല. ഇന്ന് ലോകത്തിലെ ഒരു നല്ല പങ്ക് മലയാളികളുടെയും ജീവിതാവസ്ഥ എങ്ങനെ പോകുന്നെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു പുതിയ വീഡിയോയുമായി പുതിയ അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഐ ആം സൈമൺ റെക്സി ജോയ്. ബൈ.